പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടുണ്ടോ? പെണ്ണ് വിചാരിച്ചാൽ എന്തും നടക്കും. പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. ഇതൊക്കെ പല കാലങ്ങളിലായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ചെന്നൈ സ്വദേശിയായ ഒരു IT പ്രൊഫഷണൽ, AI സാങ്കേതിക വിദ്യയിലും അതുപോലെ റോബോട്ടിക് എഞ്ചിനീയറിങ്ങിലുമൊക്കെ ബിരുദവും അതിനുപരി വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ള ഒരു യുവതി. അവരുടെ പേര് റന ജോഷിൽഡ എന്നാണ്. അവർ ചെയ്ത ക്രൂരമായ ചില സംഭവങ്ങളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ നിങ്ങളും ഞെട്ടും. ഞാനിത് വാർത്ത അറിഞ്ഞപ്പോൾ ആകെ ഞെട്ടി. ഈ 21-കാരിക്ക് അവരുടെ സഹപ്രവർത്തകനായ ദീവിന്ദ് പ്രഭാകറുമായി അതിയായ പ്രണയം. ഇദ്ദേഹത്തിനാണെങ്കിലോ ഒരു പ്രണയത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഈ പെൺകുട്ടിയോട് തോന്നിയില്ല. പ്രണയം അങ്ങനെ മൂത്തു വന്നു. ഈ സ്ത്രീക്ക് ഇയാളെ വിവാഹം കഴിക്കണമെന്ന് അതിഭീകരമായ ആഗ്രഹം. എന്നാൽ അയാൾ മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. പക മൂത്ത് അതൊരു തീക്കളിയായി മാറി. ഈ റെനെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 12 സംസ്ഥാനങ്ങളിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്തിനാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഉൾപ്പെടെ, അതുപോലെ തന്നെ അഹമ്മദാബാദ്, ഇപ്പോൾ BJ മെഡിക്കൽ കോളേജ്, വിമാനം തകർന്നു വീണ BJ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, ആ BJ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബോംബ് ഭീഷണിയാണ് മുഴക്കിയത്. അത് സ്വന്തം പേരിലല്ല, ഈ കാമുകൻ്റെ പേരിലാണ്. കാമുകൻ്റെ പേരിൽ ഇവർ ധാരാളം വ്യാജ ഇമെയിൽ ID തുടങ്ങി. അത് ജർമ്മനി, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളുടെ വിലാസത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. വ്യാജ IP അഡ്രസ്സുകളിൽ നിന്ന് വ്യാജ ഇമെയിൽ ID തുടങ്ങി. ചികഞ്ഞു ചെന്നാൽ ഒരു മനുഷ്യനും ഇവരെ പിടികൂടാൻ കഴിയുകയില്ല. എല്ലാ അഡ്രസ്സും ആരുടെ പേരിലാണ്? ദിവേഷ് പ്രഭാകർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ പേരിലാണ്. അങ്ങനെ പോലീസ് അന്വേഷിക്കും, ഈ പ്രഭാകരനെ വന്ന് പിടിക്കും. പ്രഭാകരൻ കൈമലർത്തും, അയ്യോ സാറേ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇങ്ങനെ മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരൻ മാത്രമാണ് എന്ന് പറയും. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ പെൺകുട്ടിയെയും അറസ്റ്റ് ചെയ്യുമല്ലോ, സത്യം തെളിയണമല്ലോ. ഈ പെൺകുട്ടിയും അവസാനം പിടിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തമുണ്ടല്ലോ, അഹമ്മദാബാദിൽ 270-ലധികം ആളുകൾ ദാരുണമായി മരിച്ചു വീണ ആ വിമാന ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം ഇവർ ഓൺസൈഡ് ആയി പ്രണയിച്ച പ്രഭാകരൻ്റെ തലയിൽ വച്ച് കെട്ടി ഒരു മെയിൽ അഹമ്മദാബാദിലോട്ട് അയച്ചു. അവിടുത്തെ സൈബർ പോലീസ് ഇത് പരിശോധിച്ചു. ഇത് ഇങ്ങനെ ഒരാൾ ഈ ദുരന്തം ഏറ്റെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ വിമാന അപകടം ഏറ്റെടുക്കണമെങ്കിൽ ഇയാൾ വലിയ ഭീകരനായിരിക്കുമല്ലോ. അങ്ങനെ സൈബർ സെല്ല് തലപുകഞ്ഞ് അന്വേഷിച്ചു. അതുവരെ കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടായില്ല. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിൽ ഏകദേശം 250ഓളം വ്യാജ ഇമെയിൽ സന്ദേശങ്ങളും വ്യാജ ബോംബ് ഭീഷണിയുമാണ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടായത്. നമ്മുടെ കേരളത്തിലും അത്തരം വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായി. പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന് തൊട്ടു മുന്നേക്ക് ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണി വന്നിരുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി രാമസേതു അവിടെ ഇപ്പുറത്ത് പാമ്പൻ പാലത്തിൻ്റെ അവിടെ റെയിൽവേ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആ പാലത്തിന് ബോംബ് ഭീഷണി വന്നു. അതുപോലെ പലയിടങ്ങളിലും ബോംബ് ഭീഷണിയൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ റാൻഡമായിട്ട് ചില ആളുകൾ ചെയ്തു കൂട്ടുന്നതാണ്, വ്യാജ ഐഡികളിൽ നിന്ന് ചെയ്തു കൂട്ടുന്നതാണ്. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ, സാമ്പത്തിക സ്ഥിതിയെ അസ്ഥിരപ്പെടുത്താൻ, വളർച്ചയെ അസ്ഥിരപ്പെടുത്താൻ ഇത്തരം വ്യാജ ബോംബ് ഭീഷണികൾക്ക് കഴിയും എന്നൊക്കെ ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. കാരണം ഏകദേശം ഒരു വ്യാജ ബോംബ് ഭീഷണി വരുമ്പോൾ നമുക്ക് ഒരു ദിവസം, ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണ് വ്യാജ ബോംബ് ഭീഷണി വരികയാണെങ്കിൽ അന്ന് ഉച്ചവരെയുള്ള ജോലിയെങ്കിലും അവിടെ തടസ്സപ്പെടും. അങ്ങനെ ആ അധ്വാനം തടസ്സപ്പെടുന്നതിലൂടെ എത്രയെങ്കിലും ലക്ഷം രൂപയുടെ നഷ്ടം ആ ദിവസം ഉണ്ടാകും. ഇത് തന്നെയാണ് ഈ വ്യാജ ബോംബ് ഭീഷണിയിലൂടെ ഈ ആളുകൾ ഉദ്ദേശിക്കുന്നത്, നടപ്പിലാക്കുന്നത്. ഇതൊരു തരം ഭീകര പ്രവർത്തനമാണെന്ന് വരെ ഇന്റലിജൻസും അതുപോലെ തന്നെ ആളുകളും ഈ നിരീക്ഷകരൊക്കെ പറഞ്ഞ് കേൾക്കുകയും അത് ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരം സംഭവങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഈ ബോംബ് ഭീഷണി വരുമ്പോൾ പരിശോധന നടക്കുന്നു, സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു, ആളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ റൊമാനിയ, ജർമ്മനി അവിടങ്ങളിലുള്ള വിലാസവും. ഒടുവിൽ ഈ റെനെ എന്ന് പറയുന്ന യുവതി പിടിക്കപ്പെടാനുണ്ടായ സാഹചര്യം അഹമ്മദാബാദിലെ ബോംബ് ഭീഷണി, അല്ലെങ്കിൽ അഹമ്മദാബാദിൽ വിമാന ദുരന്തം എല്ലാം അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഈ ദിവിന്ദ് പ്രഭാകർ ഏറ്റെടുത്തു എന്ന് പറയുന്നൊരു മെയിൽ വന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതിന് തൊട്ടു മുമ്പ് വേറൊരു സ്കൂളിലെ ഒരു ബോംബ് ഭീഷണി, അതിനകത്ത് പറഞ്ഞു ഇയാൾക്ക് ഒരുപാട് അവിഹിത ബന്ധങ്ങളുണ്ട് എന്നുകൂടി ഒരു സൂചന ഉണ്ടായിരുന്നു. ഒരു കത്തിൽ ഈ എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അവശേഷിപ്പിക്കുമല്ലോ. എല്ലാം ബുദ്ധിപൂർവ്വം ചെയ്തു. അവിടെ ഒരു പെൺബുദ്ധി കാണിച്ചു. പെൺബുദ്ധി എന്ന് പറഞ്ഞാൽ ഇയാളെ എങ്ങനെയെങ്കിലും നാറ്റിക്കണം. അതിനുവേണ്ടിയാണ് പറഞ്ഞത് ഇയാൾക്ക് ഒരുപാട് അവിഹിത ബന്ധമുണ്ട്. അതിനു മുമ്പേ തന്നെ ഇവരാകെ കണ്ടിട്ടുള്ളത് ഒരു തവണയാണ്. ബംഗളൂരുവിൽ വെച്ച് 2022 ആകെ ഒരു തവണയാണ് ഈ യുവതി ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ടുള്ളത്. അതിനു മുമ്പും പിമ്പും ഒക്കെ ഈ ഓഫീസിലെ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ.
എന്നിട്ട് ഇവർ ചെയ്തത് ഈ പ്രണയാഭ്യർത്ഥന പറഞ്ഞു, അയാൾക്ക് താല്പര്യമില്ല പറഞ്ഞു, എന്നിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ചു. എന്നിട്ട് അയാൾക്കൊപ്പം സൗഹൃദം പങ്കിട്ടിട്ടുള്ള, അതായത് അയാളുടെ സുഹൃത്തുക്കളായുള്ള സ്ത്രീജനങ്ങളെക്കുറിച്ച് മുഴുവൻ അപവാദവും പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് അയാൾക്കൊപ്പം നിൽക്കുന്നതായി ഉള്ള ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇടുക. ഇതൊക്കെ കണ്ട് ഇയാൾ തന്നെ ഒരിക്കൽ സൈബർ പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ഈ സുഹൃത്തായ പ്രഭാകർ എന്ന് പറയുന്ന സഹപ്രവർത്തകൻ ഒരിക്കൽ സൈബർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോലീസ് അന്വേഷിച്ചു, ഈ പ്രഭാകരനെ കുറിച്ച് അന്വേഷിച്ചു. ഈ പ്രഭാകർ ഇങ്ങനെ മോശം പശ്ചാത്തലമുള്ള ഒരാളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് പറയുമ്പോൾ ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ആ പ്രഭാകരൻ ഒരു യുവതിക്കെതിരെ സൈബർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചിത്രങ്ങൾ വെച്ച് ഒരു സ്ത്രീ ഇങ്ങനെ മോശമായി പറയുന്നുണ്ട്, എന്നെ വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞ് എൻ്റെ ഓഫീസിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചിത്രങ്ങൾ അയക്കുന്നു, ഇതൊന്ന് തടയണം എന്ന് പറഞ്ഞ് പോലീസിൽ കൊടുത്ത പരാതി സൈബർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിടിവീണു. അങ്ങനെയാണ് പിടിവീണത്. അമിത ആവേശത്തിൽ പ്രഭാകര, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ, നീ എന്നെ കല്യാണം കഴിക്കില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് യുവതി അങ്ങോട്ട് തുള്ളിച്ചാട്ടം. നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ചൊല്ല്, ഈ കൊഞ്ച് ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ പെൺകുട്ടി അങ്ങ് തുള്ളി ചാടി ഇയാളെ പലതരത്തിൽ 21 വ്യാജ ബോംബ് ഭീഷണി, 12 സംസ്ഥാനങ്ങൾ, ഇങ്ങനെ 12 സംസ്ഥാനങ്ങളിലും പല ബോംബ് ഭീഷണി നടത്തി ഇയാളെ അങ്ങനെ ഞെരുക്കിയിരിക്കുമ്പോഴാണ് അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഉണ്ടാകുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം ഇയാളുടെ തലയിൽ കൊണ്ടുവച്ചു. അപ്പോഴേ അന്വേഷണം മുറുകി. അടുത്ത ബോംബ് ഭീഷണിയിൽ ഒരു കാര്യം കൂടി വെച്ചു. എന്താണ്? ഇയാളൊരു സ്ത്രീ ലംബടനാണ്, നിരവധി സ്ത്രീകളെ ചതിച്ചവനാണ് ഇയാൾ എന്നുകൂടി വെച്ചു. അപ്പോഴാണ് പിടിവീണത്. അമിതമായ ആവേശത്തോടുകൂടി ഇയാളെ ഒന്ന് നാറ്റിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചപ്പോഴാണ് യുവതി പിടിയിലായത്. അതാണ് ഞാൻ പറഞ്ഞത്, പെണ്ണൊരുമ്പിട്ടാൽ ഒരാളുടെ ജീവിതമൊക്കെ കുത്തിച്ചോറാക്കാൻ പറ്റും. പക്ഷേ നിയമപാലകരെയും നിയമവ്യവസ്ഥയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് എത്ര കാലം ഇങ്ങനെ കണ്ണട ചിരിട്ടാക്കിയും ആളുകളെ കബളിപ്പിച്ചും ജീവിക്കാൻ പറ്റുമെന്നുള്ള ഇതിന് തെളിവാണ് ഈ സംഭവം. അങ്ങനെ അധിക കാലമൊന്നും ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്തും ഒരാളെ ഇങ്ങനെ ചീറ്റ് ചെയ്തും അല്ലെങ്കിൽ അയാളെ താറടിച്ചുവെന്നും ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അത് ആണായാലും പെണ്ണായാലും നിയമത്തിൻ്റെ വഴിക്ക് പോകും. സൈബർ പോലീസൊക്കെ ചുമ്മാതല്ല ഇരിക്കുന്നത്. ഇത് പിന്നെ ഏറ്റവും രസകരമായൊരു വാൽകഷ്ണം കൂടി പറയട്ടെ, അത് പറഞ്ഞ് ഞാൻ നിർത്താം ഈ വാർത്താവതരണം. വാൽകഷ്ണം മറ്റൊന്നുമല്ല, ഈ യുവതി നാളിതുവരെ കേരളത്തിലേക്ക് വ്യാജ ബോംബ് ഭീഷണിയൊന്നും വച്ചിട്ടില്ല. കാരണം അങ്ങനെ എങ്ങാനും ഇവർ ചെയ്തിരുന്നുവെങ്കിൽ അടുത്ത സെക്കൻഡിൽ ഇവരെ പിടിച്ചേനെ കേരള പോലീസ്. അതാണ് കേരള പോലീസിന് ഭയമുള്ളത് കൊണ്ട് ഈ സ്ത്രീ കേരളത്തിലേക്ക് വ്യാജ സന്ദേശമൊന്നും അയച്ചില്ല നാളിതുവരെ. അതൊരു വലിയ ക്രെഡിറ്റായി കേരള പോലീസിന് എടുക്കുകയും ചെയ്യാം.